നമുക്കുണ്ടാകുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലേ, അത് ഉണ്ടാവാറില്ലേ? തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും അതെല്ലാവർക്കും. അപ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും? അതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെയും അത് പേഴ്സണൽ സ്ട്രഗിൾ തന്നെയാണ്. അതിനെ ഓവർകം ചെയ്യാൻ എനിക്കിപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഓരോരുത്തരും നമ്മൾ ഈ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓൾറെഡി ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൊരു സിനിമയൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഭയങ്കര ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ ഇല്ല ഈ സ്ട്രഗിൾസൊക്കെ ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്ന് കുറേ തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. അത് സ്ട്രഗിൾ ചെയ്ത് തന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ അറ്റം വരെ എത്തണം. അത് ഇന്ന ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്താൽ ഈ സ്ട്രഗിളൊക്കെ ഇല്ലാതാവും എന്നുണ്ടായിരുന്നെങ്കിൽ ആ രീതി കാശിന് വിൽക്കാമായിരുന്നല്ലോ ആർക്കെങ്കിലും ഒക്കെ. അത് വാങ്ങാൻ എത്ര പേര് വന്നേനെ. അപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അങ്ങ്. കാരണം ഈ അപ്പ് ആൻഡ് ഡൗൺസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കാതൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മൂത്തോൻ അത്രമാത്രം ചർച്ചയായില്ല എന്ന് തോന്നിയിരുന്നില്ല റോഷൻ? ഇല്ല, എനിക്ക് ആക്ച്വലി ഞാൻ മൂത്തോനിൽ ഞാൻ ഭയങ്കര ഹാപ്പി. ആ സിനിമ ആ സിനിമയിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, അതിൻ്റെ ഔട്ട്കം, അത് പോയ ഫെസ്റ്റിവലുകൾ, ഇപ്പം കേരളത്തിൽ പോലും ഇന്നും ആൾക്കാർ എൻ്റെ അടുത്ത് മൂത്തോനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമ്പാരിസണിൽ മൂത്തോനെ പറ്റി എന്താ എത്ര സംസാരിക്കാൻ എന്നുള്ളൊരു കോംപ്ലക്സ് ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ആക്ച്വലി ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒരു കോംപ്ലക്സ് അല്ല ആ സമയത്ത്. എനിക്ക് തോന്നുന്നു കോംപ്ലക്സ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ആ ഒരു സമയത്ത് അത്രയും നല്ലൊരു സിനിമ അല്ല, ഇത്രയും ഫെസ്റ്റിവലിലൊക്കെ പോയി ഒരുപാട് അഭിപ്രായങ്ങൾ കണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നിയൊരു സിനിമ അത്രയും ഒരു ചർച്ചയിലേക്ക് വന്നില്ലേ എന്ന് തോന്നി. കാരണം ചില കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളാവാം അല്ലേ? അതിപ്പം ഈ പറഞ്ഞ പോലെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഡെസ്റ്റിനി ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരുപാട് സിനിമകൾ ഒട്ടും ആൾക്കാരിലേക്ക് എത്താതെ പോയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇപ്പോഴും പതുക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഏത് സിനിമ കാണണം, നിൻ്റെ 2-3 പടം പറ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ആ പടങ്ങളൊക്കെ തന്നെ എണ്ണി പറയുന്നുണ്ടല്ലോ. അത് ഏറ്റവും പോപ്പുലർ സിനിമകളല്ല ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ അത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞല്ലോ, ആ പടം വന്നു കഴിഞ്ഞിട്ടൊരു പോയിന്റിൽ നമുക്കൊരു വിഷമമൊക്കെ തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ, അത് ഒരു സിനിമയല്ലേ, അത് എന്നേക്കുമായിട്ട് അവിടെ ഉണ്ടാവും. അത് എത്തേണ്ട ഓഡിയൻസിലേക്ക് എപ്പോഴെങ്കിലും അത് എത്തേണ്ടതാണെങ്കിൽ എത്തിക്കോളും. മൂത്തോൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ തോന്നിയില്ലായിരുന്നു. ഓൾസോ ഐ തിങ്ക് അങ്ങനത്തെ ഒരു കാതൽ പോലത്തെ ഒരു പടം വരുന്നത് സിനിമയുടെ ഒരു സക്സസും കൂടിയാണ്. സംവെയർ വി ഓൾ ഫീൽ ലൈക്ക് നമുക്കെല്ലാം അത് നല്ലതല്ലേ. അപ്പോൾ അത് വേറൊരു ആളുടെ ഒരു സക്സസ് മാത്രമായിട്ട് നോക്കി കണ്ടില്ല കാതല്. അങ്ങനത്തെ ഒരു വിഷയവും കൂടെ ആകുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക്. ഇപ്പം ഗീതുവിൻ്റെ കൂടെയും അഞ്ജലി മേനോൻ്റെ കൂടെയും എങ്ങനെയാണ് സ്ത്രീ സംവിധായകരുടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഇതെന്താണ്? ഇല്ല, ഇവർ രണ്ടുപേരും എക്സ്ട്രീംലി ടാലൻറ്റഡ് ഡയറക്ടേഴ്സാണ്. അതിനപ്പുറത്തേക്ക് അവർ സ്ത്രീകളായതുകൊണ്ട് മാത്രം അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂത്തോനിലെ ആ ഒരു ലവ് സ്റ്റോറി, അത് അത്രയും സെൻസിറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയത് ഗീതു ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ, അതോ ഇസ് ഇറ്റ് ജസ്റ്റ് ഗീതു ദ റൈറ്റർ ഓർ ഗീതു ദ പേഴ്സൺ? അതുപോലെ ഇപ്പം കൃഷിൻ്റെ തോട്ട്സ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയത് അഞ്ജലി മാം സ്ത്രീ ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ക്ലിയർ ആയിട്ടൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എനിക്കറിയില്ല അതിനകത്ത് ആ ജെൻഡറിൻ്റെ റോള് ശരിക്കും എന്താണെന്നുള്ളത്. ഇവർ രണ്ടുപേരും ടാലൻറ്റഡ് ഡയറക്ടേഴ്സ് ആണെന്നുള്ളതും അവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്തപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായെന്നുള്ളതും മാത്രമേ. ഞാൻ ചോദിച്ചത് അവരുടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസിന് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ അഞ്ജലി മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പോയിന്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, കൃഷി ഈ സമയത്ത് എന്തായിരിക്കും ആലോചിക്കുന്നതെന്ന് മാത്രം അഞ്ജലി മാം എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോയിട്ട് അതിന് മുമ്പത്തെ ഷോട്ടും അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടും തമ്മിൽ ഞാൻ ഒരു ബെറ്റർ ആക്ടർ ആയതുപോലെ എനിക്ക് തോന്നി. ജസ്റ്റ് ചെവിയിൽ വന്നൊരു കാര്യം പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒരു ഡയറക്ടർക്ക് ഒരൊറ്റ സെൻറ്റൻസിലൂടെ ഒക്കെ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കഴിവ് തന്നെയാണ്. ആൻഡ് ഫോർ ആൻ ആക്ടർ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് എക്സ്പീരിയൻസ്. അപ്പോൾ അത് എങ്ങനെ ജെൻഡറിലേക്ക് കണക്ട് ചെയ്യണമെന്നുള്ളതിൽ മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൂ.